സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യത. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നും താപനില കുതിച്ചുയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 12 ജില്ലകളിലാണ് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. പതിവ് പോലെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില തുടരും. ഇന്ന് 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ തന്നെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. വരും ദിവസങ്ങളിലും ഇത് തുടരാനാണ് സാധ്യത. കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശരാശരി 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവിൽ കേരളത്തിൽ താപനില ഉയരുകയാണ്. വരും മണിക്കൂറുകളിൽ 2 മുതൽ 4% വരെ താപനില ഇനിയും ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വെയിലത്തും മറ്റും ഇറങ്ങുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ 11 മുതൽ 3 വരെയുള്ള നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം ആദ്യത്തോടെ സംസ്ഥാനത്ത് ചൂട് കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മാസത്തോടുകൂടി ചൂട് ശമിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് പല ജില്ലകളിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മഴ കാത്താണ് പല മലയാളികളും കഴിയുന്നത്. കടുത്ത ചൂടാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപോലെ ചുട്ടുരുകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. SKN, എന്തായാലും വേനൽ മഴയിലൂടെ ഇതിന് ഒരു ആശ്വാസം ലഭിക്കുമെന്നാണ് ആളുകളുടെ പ്രതീക്ഷ. എന്തായാലും ആളുകൾ മഴ കാത്ത് കഴിയുക തന്നെയാണ്. SKN. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.